അല്ല, പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ കവടിയാർ വാർഡിൽ മത്സരിക്കാൻ പറഞ്ഞു, മത്സരിച്ചു. നല്ല വിജയം UDF-നുണ്ടായി. നമുക്ക് 2 സീറ്റുകൾ കിട്ടി. അപ്പം അത്തരത്തിൽ ഒരു ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ സ്വമേധയാ സന്തോഷത്തോടെ അഭിമാനത്തോടെ അത് സ്വീകരിക്കും. ഞാൻ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല. നമ്മുടെ ക്ഷേത്രത്തിന്റെ സന്നിധിയിലാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ്. സർവേശ്വരൻ ധൈര്യം കാണിക്കുന്നതിന് രക്ഷിക്കും. എല്ലാ ഉത്തരവാദിത്വം കേരളത്തിൽ UDF-ന്റെ ഒരു സ്ഥാനാർത്ഥിയാകുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. എനിക്ക് പാർട്ടി അങ്ങനെ അവസരം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണ ഉത്തരവാദിത്തോടെ അത് വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ഭാഗത്ത് നടക്കും. അങ്ങനൊന്നും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വരും. നല്ല സ്ഥാനാർത്ഥികൾ കേരളത്തിലുടനീളമുണ്ട്. ഈ ജില്ലയിലെ 14 അസംബ്ലികളിലുമുണ്ട്. സ്ഥാനാർത്ഥി ആയാലും സ്ഥാനാർത്ഥി അല്ലെങ്കിലും 100% പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും നന്നായിട്ട് തന്നെ കാര്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. എന്തായാലും പ്രഖ്യാപനം വരട്ടെ. നമ്മൾ വെറുതെ ചാടിക്കേറി അത് കുഴപ്പമില്ല. പല BJP-യുടെ പട്ടിക ചർച്ച ഇന്ന് തുടങ്ങും. എനിക്ക് തോന്നുന്നു എത്രയോ സീറ്റുകളുടെ ഇന്ന് ബാക്കിയുണ്ട്. അവരുടെ തന്നെ പല ഘടകകക്ഷികളും പ്രശ്നമായിട്ടിരിക്കുകയാണ്. LDF-ന്റെ പട്ടികയിൽ ഉള്ള ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരുടെയും മലവെള്ള പാച്ചിൽ മറ്റു പാർട്ടികളിലേക്കും കോൺഗ്രസിലേക്കും നടക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷ മൂല്യം തകർന്നിരിക്കുകയാണ്. അവരും BJP തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ജനങ്ങൾ കാണുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിനെതിരെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കോർപ്പറേഷനിൽ പോലും അവർ ചെയ്യുന്ന ചില അഡ്ജസ്റ്റ്മെന്റിനെതിരേക്കുള്ള ശക്തമായിട്ടുള്ള ഇപ്പോൾ കോർപ്പറേഷനിലെ നികുതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അത് LDF-നാണ്. BJP-ക്ക് 50 സീറ്റ് കിട്ടിയിട്ട് LDF-ന് തന്നെ. അതോടൊപ്പം തന്നെ PM ശ്രീ പദ്ധതി അത് ഒപ്പിട്ടത് ശ്രീ രാജ് ചന്ദ്രശേഖരനും ഒപ്പിട്ടത് ശ്രീ ശിവൻകുട്ടിയും ഒപ്പിടാൻ സഹായിച്ച ചന്ദ്രശേഖരനുമാണ്. ഇപ്പൊ LDF BJP ഒരു സ്ഥലത്ത്, കോൺഗ്രസും UDF-ഉം ശക്തമായി ജനങ്ങൾക്കൊപ്പം. ജനങ്ങൾ സ്വീകരിക്കും. നമ്മുടെ ടാഗ് ലൈൻ പോലെ തന്നെ കേരളം ജയിക്കും, UDF നയിക്കും.